ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. ഈ ദേവസ്വത്തിൻ്റെ വിജിലൻസ് വിഭാഗം ആരംഭിച്ച അന്വേഷണം ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ്. അതിലെത്തി നിൽക്കുന്നു. നിരവധി തെളിവുകൾ വിജിലൻസിന് തന്നെ ലഭിച്ചു. വിജിലൻസിൻ്റെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മുടെ ADGP H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള വെങ്കടേഷ് IPSൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. ആ വിവരങ്ങളെല്ലാം വിജിലൻസ് തങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം അവർക്ക് കൈമാറിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന, അതായത് ശബരിമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പരിപൂർണമായിട്ടും സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. അത് 1998-99 കാലത്ത് UB ഗ്രൂപ്പ് വിജയ് മല്യയുടെ ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുന്ന നിരവധി കേസുകളിൽ പ്രതിയായിരിക്കുന്ന UB ഗ്രൂപ്പിൻ്റെ അന്നത്തെ ചെയർമാനായിരുന്ന വിജയ് മല്യയുടെ നിർദ്ദേശാനുസരണമാണ് അവിടെ സ്വർണം പൊതിഞ്ഞത്. സ്വർണം നേർത്ത പാളികളാക്കി ഈ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയിലും അതുപോലെ തന്നെ ശ്രീകോവിലിന് ചുറ്റിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലും വാതിൽ പാളികളിലും സോപാനത്തിൻ്റെ പടികളിലും ഒക്കെ സ്വർണം കൊണ്ട് പൊതിയുകയായിരുന്നു. ഈ സ്വർണം പൊതിഞ്ഞതാണ് വാതിൽപ്പാളികളിലും വാതിൽപ്പടിയിലും അതുപോലെ ദ്വാരപാലക വിഗ്രഹങ്ങളിലുമുള്ള പൊതിഞ്ഞിരുന്ന സ്വർണം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ചു, അതിൽ നിറം മങ്ങി എന്നൊക്കെ ആരോപിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുത്തി തീർത്തുകൊണ്ട് അത് എടുത്തു മാറ്റി അവിടെ പകരം പുതിയ സ്വർണം പൂശാൻ, നേരത്തെ ഉണ്ടായിരുന്നത് സ്വർണം പൊതിയലാണെങ്കിൽ ഇപ്പോൾ സ്വർണം പൂശാൻ വേണ്ടി 2019 കൊടുത്തത് എന്ന വിവരമാണ് നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. അത് പരിശോധിച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ആരോപണ മുനമ്പിൽ നിൽക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഈ വാതിൽപ്പാളിയിലെയും വാതിൽപ്പടിയിലെയും അതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിലെയും സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് എടുത്ത് അത് ബാംഗ്ലൂരു വഴി ഹൈദരാബാദിൽ എത്തിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഹൈദരാബാദിൽ നാഗേഷ് എന്നൊരാളിനാണ് ഇത് കൊണ്ടുപോയി കൊടുത്തത് എന്നും ദേവസ്വം വിജിലൻസ് തന്നെ കണ്ടെത്തി. ഏതാണ്ട് 39 ദിവസം ഹൈദരാബാദിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് അത് ചെന്നൈയിലെ ഈ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്വർണം പൂശുന്ന സ്ഥാപനത്തിൽ അവ എത്തിക്കുന്നത്. ഇവിടെ ചെമ്പ് പാളികളാണ് കൊണ്ടുപോയതെന്നും ചെമ്പ് പാളികളാണ് അവിടേക്ക് എത്തിച്ചതെന്നും ഒക്കെയുള്ള പരസ്പര വിരുദ്ധമായ വിവിധ മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹായിയുടെയും ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും ഒക്കെ ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ ശ്രീ പങ്കജ് ഭണ്ഡാരിയുടെ സഹോദര സ്ഥാപനമാണ്, അദ്ദേഹത്തിന് തന്നെയുള്ള മറ്റൊരു സ്ഥാപനമാണ് മന്ത്ര. ഈ മന്ത്രയുടെ ഫ്രാഞ്ചൈസി ഹൈദരാബാദിലുണ്ട്. അവിടേക്കാണ് ഈ പാളികളും ഈ ദ്വാരപാലക വിഗ്രഹത്തെ പൊതിഞ്ഞിരുന്ന സ്വർണവും അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുപോയത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇനി ഒട്ടും വൈകാതെ ഇക്കാര്യത്തിൽ അറസ്റ്റ് നടക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതിനെ സംബന്ധിച്ച് പുറത്തു വരികയുള്ളൂ. ഈ നാഗേഷ് എന്ന് പറഞ്ഞ ആളിനെയും ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയെയും ഒക്കെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ആരാണ് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടുന്ന് ഈ പറഞ്ഞതുപോലെ ഇളക്കിയെടുത്ത് സ്വർണം പൂശാൻ വേണ്ടി ഹൈദരാബാദിലെത്തിച്ചത്? ഹൈദരാബാദിലെത്തിച്ച ശേഷം അത് അതേ മാതൃകയിൽ ചെമ്പ് പാളികൾ ഉണ്ടാക്കി ആ ചെമ്പ് പാളികൾ ചെന്നൈയിലെത്തിച്ചു എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ആ ചെന്നൈയിലെത്തിച്ച ചെമ്പ് പാളികളിലാണ് ഈ സ്വർണം പൂശിയത്. ഈ പ്ലേറ്റിംഗ്, സ്വർണം
പ്ലേറ്റിംഗ് ആക്കി, അതായത് സ്വർണം പൂശിയെടുക്കുന്ന ആ പ്രക്രിയ നടന്നത് ചെന്നൈയിലാണ്. ഇത് കൊണ്ടുപോയി ഹൈദരാബാദിൽ എത്തിച്ച് 39 ദിവസത്തിന് ശേഷമാണ് അവ ചെന്നൈയിലെത്തിച്ച് സ്വർണം പൂശിയിരിക്കുന്നത് എന്ന ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഇനി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ജോലി ഇത് സ്ഥിരീകരിക്കലാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തിന് 39 ദിവസം ഇത് ഈ പറഞ്ഞതുപോലെ ഹൈദരാബാദിൽ സൂക്ഷിച്ചു? നാഗേഷിൻ്റെ കസ്റ്റഡിയിൽ ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു? ആരാണ് ഈ നാഗേഷിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റ് വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും ഇവരുമായിട്ട് എന്താണ് ബന്ധം? ഈ മന്ത്ര എന്ന് പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ മന്ത്ര എന്ന സ്ഥാപനത്തിന് ഈ ഹൈദരാബാദിലുള്ള ഫ്രാഞ്ചൈസി ഇതിനകത്ത് എന്ത് പങ്ക് വഹിച്ചിരിക്കുന്നു? ഇതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതൊക്കെ കേവലം ദേവസ്വം ബോർഡ് ജീവനക്കാരുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും മാത്രം ബലത്തിലാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? ഇതിന് വ്യവസ്ഥാപിതമായി നിയമപരമായി മഹസ്സർ എഴുതി സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങൾ ആരുടെ അനുമതിയോടുകൂടിയാണ് പുറത്തേക്ക് കൊണ്ടുപോയത്? ഈ ദേവൻ്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന സാധനങ്ങളെല്ലാം ഒന്നൊഴിയാതെ ദേവൻ്റെ അനുജ്ഞയില്ലാതെ, തന്ത്രിയുടെ അനുമതിയില്ലാതെ, ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവില്ലാതെ, സർവോപരി ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതിയില്ലാതെ പുറത്തു കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഇതെല്ലാം ഈ സ്വർണം അവിടെ നമുക്കറിയാം, ഈ 98-99 കാലത്ത് സ്വർണ്ണപ്പാളികൾ ഇതിനെ പൊതിഞ്ഞ് പിടിപ്പിച്ചത് തന്നെ അവിടെ വെച്ചാണ്, മറ്റെവിടെയെങ്കിലും വെച്ച് അല്ല. ഈ കൃത്യമായി ദ്വാരപാലക വിഗ്രഹങ്ങളിൽ അടക്കം വാതിൽപ്പാളികളിലും വാതിൽപ്പടികളിലും സോപാനത്തിൻ്റെ പടികളും അടക്കം ഈ സ്വർണം പൂശിയെടുത്തത്, സ്വർണം പൊതിഞ്ഞെടുത്തത് അവിടെ വെച്ചാണ്. അതിലൊന്നും ഈ പ്ലേറ്റിംഗ് അല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ല നടന്നിരിക്കുന്നത്. ഇത് 99 നടക്കുമ്പോൾ അതിൽ എത്ര കിലോ സ്വർണം ഉപയോഗിച്ചു, ആ സ്വർണത്തിൻ്റെ ക്വാളിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം തെളിവുകളുള്ളതാണ്. ഇപ്പോൾ അതിൽ നിന്ന് അളവ് കുറഞ്ഞ് ഏതാണ്ട് 4.5 കിലോ അടക്കം സ്വർണം കുറവുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 4.5 കിലോ സ്വർണം എവിടേക്ക് പോയി? ഈ സ്വർണ്ണപ്പാളി ഈ ചെമ്പിൽ നിന്ന് വേർതിരിച്ചെടുക്കുമ്പോൾ നഷ്ടപ്പെട്ടതാണോ, അതോ ഇതാരെങ്കിലും മോഷ്ടിച്ചതാണോ? ഇത് ഇവിടെ നിന്ന് കടത്തിയിട്ടുണ്ടോ? കാരണം ഇതിനെല്ലാം ഈ കൊണ്ടുപോയ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളി അല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. പങ്കജ് ഭണ്ഡാരി പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ പറയുന്നത്, ഇത് ചെമ്പാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്, ഞങ്ങൾ അതിൻ്റെ പുറത്താണ് സ്വർണം പൂശിയത് എന്നാണ്. അപ്പോൾ വളരെ ദുരൂഹമാണ്, പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇവരൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് സത്യം വേർതിരിച്ചറിയേണ്ടതുണ്ട്. അതിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സാധിക്കുമെന്നാണ് കരുതുന്നത്. അതിനിടയ്ക്ക് ഹിന്ദു സംഘടനകൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട്, കാരണം ഇത് 3-4 സംസ്ഥാനങ്ങൾ കടന്നിത് പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോയിരിക്കുന്നു. അപ്പോൾ 4-ലധികം സംസ്ഥാനങ്ങളിൽ ഇത് കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് അന്വേഷിച്ചാൽ തൃപ്തികരമായ ഒരു അന്വേഷണമായിരിക്കില്ല. മറിച്ച് ഇത് സംസ്ഥാനാന്തര ബന്ധമുള്ളതുകൊണ്ട് ഒരു CBI അന്വേഷണം തന്നെ വേണം. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡ് വിജിലൻസിലുണ്ടായിരുന്നവരും ഈ നേരത്തെ കേരള പോലീസിലുണ്ടായിരുന്നവരും ഒക്കെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ നിന്ന് മുക്തമായ, ആ സ്വാധീനത്തിൽ നിന്ന് മുക്തമായ ഒരു അന്വേഷണം നടക്കണമെങ്കിൽ അത് CBIയെ തന്നെ ഏൽപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഹർജിയുമായിട്ട് ഹിന്ദു സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ദുരൂഹമായി കൊണ്ടിരിക്കുന്നു. വിവാദം കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അയ്യപ്പനെ തൊട്ട് കളിച്ചവരാരും വാണ ചരിത്രമില്ല, അവർ വീണ ചരിത്രം മാത്രമേ ഉള്ളൂ. ഇവിടെയും അതുതന്നെ സംഭവിക്കും. അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ടുപോകാൻ ശ്രമിച്ചവർ ആരായാലും
എത്ര വലിയ ഉന്നതരായാലും ശരി അവർക്ക് പിടി വീഴും എന്ന് തീർച്ചയാണ്. നമുക്കതിനായിട്ട് കാത്തിരിക്കാം.